சி ஜோசப் விஜய் எனும் நான் அமரேந்திர பாகுபலியாகிய நான் വിജയുടെ സത്യപ്രതിജ്ഞ കണ്ട എല്ലാവരും ഒരു നിമിഷം ബാഹുബലി സിനിമ ഓർത്ത് കാണുമല്ലേ? ബാഹുബലിയായ ഞാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം. ആ സമയത്ത് അവിടെ മൊത്തം മറ്റേ കയ്യടി ബഹളം ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതിനെ റീക്രിയേറ്റ് ചെയ്ത് ഒരു സിനിമാറ്റിക് സത്യപ്രതിജ്ഞയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ന് വിജയ് തമിഴ്നാട്ടിൽ നടത്തിയത്. ജോസഫ് വിജയ് ആയ ഞാൻ എന്നുള്ള അദ്ദേഹത്തിന്റെ തമിഴിലെ ആ ഒരു ഡയലോഗ് കേട്ട ഉടനെ ഭയങ്കരമായ കയ്യടി, ആർപ്പ് വിളി. അതേ സമയത്ത് ഒരു നിമിഷം അവിടെ മൊത്തം ആ കയ്യടി മാത്രമാവുന്നു. വിജയ് ഒന്ന് നിർത്തി കൊടുക്കുന്നു അദ്ദേഹത്തിന്റെ ആരാധകരുടെ കയ്യടി മുഴങ്ങുന്നതിന് വേണ്ടി. പിന്നീട് അദ്ദേഹം തുടരുകയാണ്. സത്യത്തിൽ ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം, ഒരുപാട് പ്രതീക്ഷയുണ്ട് വിജയെ പോലത്തെ ഒരാള് തമിഴ്നാട്ടിൽ അധികാരത്തിലേക്ക് എത്തുമ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വളരെ നല്ലത് സംഭവിക്കട്ടെ എന്ന് വളരെയധികം ആഗ്രഹിക്കുന്നു. കാരണം ഇത്രയും കാലം അവിടെ ഭരിച്ചുകൊണ്ടിരുന്നവർ അത്ര മിടുക്കന്മാരോ കേമന്മാരോ ഒന്നും ആയിരുന്നില്ല. അതുകൊണ്ടാണല്ലോ ജനം അവരെ പുറന്തള്ളിയത്. കഴിഞ്ഞ കുറച്ച് നാളുകൾ മുമ്പ് വരെ DMK എന്ന് പറയുന്നത് ഉയിർ എന്ന് പറഞ്ഞവർ ഇന്ന് തൈർ എന്ന് പറഞ്ഞിട്ട് നേരെ വിജയിയുടെ പാർട്ടിയുടെ പുറകെ പോയിരിക്കുകയാണ്. സോ ഇന്നിപ്പോൾ അവർ പറയുന്നത് വിജയ് ആണ് ഉയിർ, DMK വെറും തൈർ എന്നാണ്. സോ ഇതൊക്കെയുള്ളൂ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇന്നലെ വരെ കേരളത്തിലെ പല കൂട്ടങ്ങളും DMK ആയിരുന്നു ഭയങ്കരമായിട്ട് ഉയർത്തിപ്പിടിച്ചത്. അതിൽ DMKയോട് കുറച്ചെങ്കിലും മര്യാദ കാണിച്ചത് DMK തന്നെ പറയുന്നതനുസരിച്ച് CPIM മാത്രമാണ്. അവര് DMKയുടെ പെർമിഷൻ എടുത്തിട്ടാണ് പുറത്ത് നിന്ന് വിജയിയുടെ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നത്. കോൺഗ്രസ് വിജയ് ജയിച്ചു എന്ന് കണ്ടപ്പോൾ തന്നെ പൊടിയും തട്ടി പോയെന്നാണ് DMK പറഞ്ഞത്. ഒരു വാക്ക് പോലും കോൺഗ്രസിന്റെ നേതാക്കൾ തങ്ങളോട് പറഞ്ഞില്ല എന്നും അവർ പറയുന്നുണ്ട്. പിന്നെ DMK അത്ര നല്ലവരൊന്നും അല്ലാത്തതുകൊണ്ട് കോൺഗ്രസ് പോയതിന് ഞാൻ തെറ്റ് പറയുന്നില്ല. കാരണം അത്ര നല്ല ടീമൊന്നും അല്ല DMK. കുടുംബ രാഷ്ട്രീയം തമിഴ്നാട്ടിൽ അവസാനിച്ച് കാണണമെന്ന് അങ്ങേയറ്റം ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് DMK അധികാരത്തിൽ നിന്ന് പുറത്തു പോയതിൽ. അപ്പൂപ്പൻ, മോൻ, കൊച്ചുമോൻ, അങ്ങനെ വേണ്ട. കരുണാനിധി, പിന്നെ അയാളുടെ മകൻ, ഇതെന്തോന്ന് ഉത്തര കൊറിയാണോ? അപ്പൊ അതുകൊണ്ട് പുറത്തു പോയത് എന്തായാലും നന്നായി. ഇനി ഒരു കാലത്തും പണ്ടാരങ്ങൾ അവിടെ അധികാരത്തിൽ വരരുത് എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് വിജയുടെ ഈ രാഷ്ട്രീയ പ്രവേശനം വളരെ പ്രതീക്ഷ നൽകുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. പലരും പറഞ്ഞതുപോലെ മറ്റേ ദുരൂഹ ശക്തികളുടെ ചൊൽപ്പടിക്ക് അദ്ദേഹം നിൽക്കാതിരുന്നാൽ തമിഴ് ചരിത്രം, തമിഴ് കൾച്ചർ, തമിഴ് പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് ദേശീയതയിൽ അധിഷ്ഠിതമായിട്ട് നമുക്ക് വേണ്ടത് ദേശീയ ബോധമുള്ള ഒരു ഭരണാധികാരിയാണ്. അത് പ്രധാനമന്ത്രി മുതൽ മുഖ്യമന്ത്രി എന്നല്ല ആരാണെങ്കിലും തമിഴ് പറഞ്ഞോളൂ, തമിഴിന്റെ സംസ്കാരം, ചരിത്രം ഒന്നും മറക്കണ്ട. പക്ഷെ ഇന്ത്യക്കാരൻ എന്നത് അതിന് മുകളിലായിരിക്കണം എന്ന് മാത്രം. സോ എന്തായാലും വിജയുടെ ഭരണത്തിൽ നല്ല രീതിയിൽ പ്രതീക്ഷയുണ്ട്. അതേ സമയത്ത് തന്നെ എനിക്ക് ഫാൻ ബോയ്സിനെ കാണുമ്പോൾ വലിയ ആശങ്കയുമുണ്ട്. നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ എൻ്റെ പൊന്നു പിള്ളേരെ ഇങ്ങനെ അന്ധമായ ആരാധന ആരോടും നല്ലതല്ല. അത് വിജയിയോടായാലും ആരോടാണെങ്കിലും. വിജയ് ഒന്നാമത് അദ്ദേഹം ഒരു സിനിമാ താരം മാത്രമാണ്. സിനിമാ താരം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ നിങ്ങൾ കണ്ടിരിക്കുന്നത് സിനിമകളിലൂടെയാണ്. വിജയുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് വിജയ് എന്ന് പറയുന്ന വ്യക്തിയെ എത്ര പേര് അടുത്തറിഞ്ഞിട്ടുണ്ട്? വിജയ് സിനിമകളിൽ കാണിക്കുന്ന ഹീറോയിസവും അതുപോലെ തന്നെ സിനിമയിൽ കാണിക്കുന്ന അദ്ദേഹത്തിന്റെ മറ്റേ രക്ഷകന്റെ റോളുകൾ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള നന്മ, ഇതൊന്നും കണ്ടിട്ട് നമുക്ക് അദ്ദേഹത്തെ വിലയിരുത്താൻ പറ്റില്ല. ഇപ്പൊ സാധാരണ ഒരു പൊതുപ്രവർത്തകൻ, ദിനം പ്രതി ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു പൊതുപ്രവർത്തകന്റെ കാര്യം നമുക്ക് അദ്ദേഹത്തെ അറിയാം. അദ്ദേഹം ജനങ്ങളുടെ കോമൺ ഇഷ്യൂസിൽ ഇടപെടുന്ന ഒരാളാണ്. അതേപോലെ ഒരു സാമൂഹിക പ്രവർത്തകനെ നമുക്കറിയാം. എന്നാൽ വിജയ് അദ്ദേഹം ഇത്രയും കാലം സിനിമ എന്ന് പറയുന്ന ഒരു മാധ്യമത്തിലൂടെ മാത്രം ജനങ്ങളുമായിട്ട് ഇടപെട്ട ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഫാൻസ് അസോസിയേഷൻ വഴി നടത്തിയ ചാരിറ്റിയുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ എല്ലാവരും ചെയ്യുന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചാരിറ്റി ചെയ്യുന്നത് ബിൽ ഗേറ്റ്സ് ആണ്. അയാള് നല്ലവനാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അയാളെ പോലത്തെ ഉടായ്പൻ ലോകത്ത് വേറെ ആരുമില്ല. ഇന്ത്യയിൽ അങ്ങനെ ഒരുപാട് സമ്പന്നരൊക്കെ ചാരിറ്റി നടത്തുന്നവരുണ്ട്, പലരും ആളുകളെ പറ്റിക്കുന്നതുമാണ്. പക്ഷെ വിജയുടെ കാര്യത്തിൽ എനിക്ക് പ്രതീക്ഷ ഉണ്ടെന്ന് പറയാൻ കാരണം അദ്ദേഹത്തിന്റെ കുറച്ച് സ്പീച്ചസ് ഒക്കെ കണ്ടു. ഒരു ദീർഘവീക്ഷണമുള്ള ഒരു നേതാവായിട്ട് ചിലപ്പോൾ വന്നേക്കാം. ബാക്കിൽ നിന്ന് വേറെ ആരും ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു പാവയാകാതെ സ്വയം തീരുമാനങ്ങൾ എടുക്കുന്ന ശക്തനായ ഒരു തമിഴ് ഭരണാധികാരിയായിട്ട് അദ്ദേഹം വരികയാണെന്നുണ്ടെങ്കിൽ, ദേശീയ ബോധത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിനുണ്ടെങ്കിൽ, കട്ടിംഗ് സൗത്ത് പോലെ ദ്രാവിഡ രാഷ്ട്രീയം പോലെയുള്ള വിഭജനത്തിന്റെ, വിഘടനവാദത്തിന്റെ ആ ഒരു രാഷ്ട്രീയത്തിനെ മാറ്റി നിർത്തി വികസനത്തിൽ അധിഷ്ഠിതമായ, ജനക്ഷേമത്തിൽ അധിഷ്ഠിതമായ, ദേശീയ ബോധത്തിൽ ഊന്നിയ ഒരു ഭരണാധികാരിയായിട്ട് അദ്ദേഹത്തിന് മാറാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും തമിഴ് രാഷ്ട്രീയത്തിൽ അതൊരു നല്ലതാണ്. അത് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിലേ അറിയാവൂ. ഈ അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞയിലെ ബാഹുബലി സ്റ്റൈൽ കണ്ടോ, സിനിമാ സ്റ്റൈലിൽ വന്നിരുന്ന് 4 ഡയലോഗ് അടിക്കുന്ന കണ്ടോ നമുക്ക് അദ്ദേഹത്തെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ പല പിള്ളേരും ഭയങ്കരമായിട്ട് അങ്ങ് ആഘോഷിക്കുകയാണ്, ഉയർ, നമ്മുടെ വിജയ് അണ്ണൻ ഉയർ എന്നൊക്കെ പറഞ്ഞിട്ട്. റിയലും റിയൽ ലൈഫും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം.
വിജയെ പോലെ ജനങ്ങൾ പ്രതീക്ഷ അർപ്പിച്ച് അധികാരത്തിൽ കൊണ്ടുവന്നൊരു മനുഷ്യനാണ് അങ്ങ് ഉക്രൈനിൽ ഇരിക്കുന്ന സെലൻസ്കിയുടെ TV പ്രോഗ്രാം കണ്ടുകൊണ്ടാണ് അയാളെ പിടിച്ച് ഭരണാധികാരിയാക്കിയത്. ഇന്നിപ്പോ ആ മനുഷ്യന്മാർക്ക് മനസമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. വെസ്റ്റേൺ രാജ്യങ്ങളുടെ ചട്ടുകമായിട്ട്, അമേരിക്കയുടെയും യൂറോപ്യൻ നാറ്റോ ശക്തികളുടെയും ചട്ടുകമായിട്ട് യൂറോപ്പിലെ ജനതകളെ കൊണ്ടുവന്ന് യുദ്ധത്തിന്റെ നടുക്ക് കൊണ്ടിട്ടിരിക്കുകയാണ് ആ മനുഷ്യൻ, ആ സെലൻസ്കി. അയാൾ ഒറ്റൊരുത്തൻ കാരണമാണ് ഇന്ന് ഉക്രൈൻ ഈ അവസ്ഥയിലായത്, റഷ്യയുമായിട്ട് വെറുതെ പ്രശ്നത്തിന് പോയത്. അപ്പോൾ ആ തരത്തിലുള്ള മണ്ടന്മാരും ഉണ്ട് ഈ ലോകത്ത്. ഇപ്പൊ സിനിമ കണ്ടോ, ഒരു TV പ്രോഗ്രാം കണ്ടോ അല്ല നമ്മളൊരാളെ ജഡ്ജ് ചെയ്യേണ്ടത്, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കണ്ടാണ്. വിജയുടെ ഈ വിജയം അത് തീർച്ചയായിട്ടും അദ്ദേഹം നടത്തിയ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളും ഒക്കെ നല്ലതായിരുന്നു, പ്രതീക്ഷ നൽകുന്നുണ്ട്. തീർച്ചയായും ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുമുണ്ട്. എന്ന് പറയുമ്പോൾ തന്നെ അമിതമായ ആരാധന, താരാരാധന ഒരിക്കലും നല്ലൊരു കാര്യമല്ല. പ്രത്യേകിച്ച് 100% സാക്ഷരത ഉണ്ടെന്നൊക്കെ പറയുന്ന മലയാളികൾ, കേരളത്തിലുള്ളവർ അങ്ങ് ആരാധിച്ച് മെഴുകുകയാണ് കുറെ ആൾക്കാർ. എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. സിനിമയെ സിനിമയായും ജീവിതത്തെ ജീവിതമായും കാണാനുള്ള വകതിരിവ് ചെറുപ്പക്കാർക്ക് കൈമോശം വരാതിരിക്കട്ടെ. എന്തായാലും തമിഴ് രാഷ്ട്രീയത്തിൽ ഇന്നൊരു പുതിയ അധ്യായത്തിന് തുടക്കമാവുകയാണ്. ദ്രാവിഡ രാഷ്ട്രീയത്തെ വലിച്ചെറിഞ്ഞു എന്നുള്ളത് തമിഴ്നാട്ടിൽ സംഭവിച്ച ഏറ്റവും നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വിജയുടെ പുറകിൽ ഇനി ആരൊക്കെ ഉണ്ടെങ്കിലും ദ്രാവിഡ രാഷ്ട്രീയത്തിന് അവിടെ അറുതി വന്നിരിക്കുകയാണ്. ഇനി വിജയ് നല്ല രീതിയിൽ ഭരിച്ചാൽ അദ്ദേഹത്തിന് കുറെ കാലം തുടരാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ടേം പോലും പൂർത്തിയാക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് അതിന് മുന്നേ പദവി ഒഴിയേണ്ടി വരും. ഇപ്പൊ അദ്ദേഹം അധികാരത്തിലേക്ക് എത്തുന്നുവെങ്കിലും അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമില്ല. മറ്റൊരു കാര്യം, അദ്ദേഹം വർഗീയ രാഷ്ട്രീയത്തിനെതിരെയൊക്കെ നിന്നൊരാളാണ്. അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവരിൽ മുസ്ലിം ലീഗ് ഉണ്ട്. മുസ്ലിം ലീഗ് ഒരു വർഗീയത മാത്രമുള്ള പാർട്ടിയാണ്, അല്ലെങ്കിൽ വിഭജനമോ വിഘടനമോ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പാർട്ടിയാണെന്നുള്ള അഭിപ്രായം വ്യക്തിപരമായി എനിക്കില്ല. മുസ്ലിം ലീഗ് താരതമ്യേന ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. പക്ഷേ മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നത് ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിം ലീഗിന്റെ ക്ഷേമത്തിന് വേണ്ടി, മുസ്ലിം ജനവിഭാഗത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു വസ്തുതയാണ്. അവർ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൊരു കാര്യമാണ്. അവർ ന്യൂനപക്ഷ വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. അതുപോലെ BJPക്കും ക്ലെയിം ചെയ്യാം, BJPക്കും പറയാം അവർ ഭൂരിപക്ഷത്തിനെ പ്രതിനിധീകരിക്കുന്ന ഇന്ത്യൻ കൾച്ചറിൽ അധിഷ്ഠിതമായ പൊളിറ്റിക്കൽ പാർട്ടിയാണെന്ന് വേണമെങ്കിൽ അവർക്കും പറയാം. അപ്പോൾ BJP വർഗീയ പാർട്ടിയാണെന്ന് പറഞ്ഞാൽ ലീഗും വർഗീയ പാർട്ടിയാണെന്ന് പറയേണ്ടി വരും. BJPയെ മതേതര പാർട്ടിയായിട്ട് കാണുകയാണെങ്കിൽ ലീഗിനെയും മതേതര പാർട്ടിയായിട്ട് കാണാം. അല്ലാതെ ഒന്ന് BJP വർഗീയ പാർട്ടിയും ലീഗ് മതേതര പാർട്ടിയും ആവുന്നില്ല. രണ്ട് പൊളിറ്റിക്കൽ പ്രസ്ഥാനങ്ങളും മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളിൽ ഒരുപാട് സാമ്യതകളുണ്ട്. എന്തായാലും വിജയ് ഇപ്പോൾ അധികാരത്തിലേക്ക് എത്തുമ്പോൾ ലീഗിന്റെ അടക്കം പിന്തുണ വിജയ്ക്ക് ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അത് തന്നെ അദ്ദേഹം പറഞ്ഞതിൽ നിന്നുള്ള ഒരു വ്യതിചലനമാണ്. എന്നിരുന്നാലും നമുക്ക് പ്രതീക്ഷയുണ്ട് അദ്ദേഹത്തിന്റെ ഭരണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന്. പക്ഷെ താരാരാധന, ഭയങ്കരമായ അന്ധമായ ആരാധനയിലേക്ക് യുവാക്കൾ വഴുതി പോകുന്നത് ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നത് പറയാതെ വയ്യ. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ, തമിഴ്നാട്ടിൽ ഇത് പണ്ടേ ഉള്ളതാണ്, പക്ഷെ കേരളത്തിലെ കുട്ടികൾക്ക് അല്ലെങ്കിൽ യുവതലമുറയ്ക്ക് എന്ത് പറ്റിയെന്നത് അത്ഭുതപ്പെടുത്തുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.